എല്ലാവർക്കും നമസ്കാരം. മായ ചാറ്റിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Six of Swords, Two of Cups, Sun card, Knight of Wands, Page of Cups, beautiful energy, full card. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂരം നക്ഷത്രക്കാർ ആദ്യം തന്നെ പറയട്ടെ, സിക്സ് ഓഫ് സോഡ്സ് എനർജിയാണ്. അതോടൊപ്പം തന്നെ നൈറ്റ് ഓഫ് ഫോൺസ് എനർജി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും നിങ്ങൾ മുന്നേറുകയാണ്. ജീവിതത്തിൽ ജോലി, വിദ്യാഭ്യാസം, അതേപോലെ തന്നെ ജീവിതത്തിൽ ചില ആളുകൾ പേഴ്സണൽ ലൈഫിലും മുന്നേറ്റം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എടുത്ത് പറയുകയാണെങ്കിൽ പലരും വിദേശത്തേക്ക് ചേക്കേറി പാർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ഇത് സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ പലരും ഒത്തിരി നാളുകളായിട്ട് കുറച്ചധികം തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, അതിൽ നിന്നൊരു മാറ്റം ഒന്നും കാണുന്നില്ല, മുന്നോട്ടേക്കുള്ളൊരു സാഹചര്യം ഒന്നും കാണുന്നില്ല. ജീവിതത്തിൽ അസ്വാസ്ഥ്യങ്ങൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മുന്നേറാനുള്ള തടസ്സം ഇത്യാദി കാര്യങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെ ഒരു വിടുതല എന്നൊക്കെ പറയുന്ന പോലെ അതിൽ നിന്നൊക്കെ ഒരു വലിയ മാറ്റമാണ് ജനുവരി മാസം തുടങ്ങുമ്പോൾ തന്നെ പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സമൊക്കെ നീങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടുന്നുണ്ട്. തടസ്സമൊക്കെ മാറി ഡോക്യുമെൻറ്റ്സ് ഒക്കെ മുന്നോട്ടേക്ക് നീങ്ങുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തുന്ന സാഹചര്യം പലരെ സംബന്ധിച്ചിടത്തോളം പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് വീട് പണിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാവാം, എന്തെങ്കിലും കണക്ഷൻ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മത്സര പരീക്ഷകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സർക്കാർ കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോൾ സർക്കാർ ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ആവാം, അല്ലെങ്കിൽ അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മാറ്റങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്നാണ് മാറ്റങ്ങൾ പലതും ഉണ്ടാകും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ, എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ പതുക്കെ ഇഴഞ്ഞാണ് നീങ്ങിയിരുന്നെങ്കിൽ അത് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പല കാര്യങ്ങളിലുള്ള മാറ്റങ്ങൾ സംതൃപ്തി തരുന്ന ഒരു സാഹചര്യമാണ്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് ഫോൺസ് എനർജിയാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നേടുന്നുണ്ട് ഈ ഒരു മാസം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു വാഹനമായിരിക്കാം, പുതിയൊരു ഫോണായിരിക്കാം, ഇപ്പോൾ ഒരു ഐഫോൺ വാങ്ങിക്കണം എന്നുള്ളതോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു തരത്തിലുള്ള ബൈക്കോ കാറോ മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ചില ആളുകൾ നായ്ക്കുട്ടിയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പെറ്റ്സിനെ വാങ്ങിക്കുന്നതും ആവാം. എന്തായാലും നിങ്ങൾ ഒത്തിരി ഓരോരുത്തരെ സംബന്ധിച്ച് അവരവരുടെ ആഗ്രഹങ്ങൾ വലുതാണല്ലോ. അപ്പം നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കുറച്ച് നാളുകളായിട്ട് സുരുക്കൂട്ടി വെച്ച ആ ഒരു നിങ്ങളുടെ സമ്പാദ്യവും ഒക്കെ ആയി നിങ്ങൾ ആഗ്രഹിച്ച ലെവലിൽ ആ ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം അത് നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നൊരു മാസം എന്ന് തന്നെ പറയാം ഈ ഒരു മാസം. അപ്പോൾ വളരെയധികം പാഷനേറ്റ് ആയിരിക്കും. അതായത് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ചുറ്റിനും എപ്പോഴും നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്വയം നിങ്ങൾ ഏതൊരു സാഹസികമായിട്ടുള്ള സ്റ്റെപ്പ് എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, അതായത് ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം ഉത്സാഹഭരിതരായിരിക്കും. ഏത് കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും ന്യായപരമായിട്ട് ന്യായത്തിനും നീതിക്ക് നിരക്കുന്ന രീതിയിൽ ഏതറ്റം വരെയും പോവും. ഏത് സാഹസികമായിട്ടുള്ള ചുവട് എടുത്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുകയും മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. അതേപോലെ 2 of Cups എനർജി
പേജ് ഓഫ് കപ്സ് എനർജിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ പറയാം. ഈ ഒരു മാസം പ്രണയാദ്രമായിട്ടുള്ളൊരു സമയം എന്ന് പറയാം. പ്രണയം ഒത്തിരി നിലനിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു എനർജി വീനസ് എനർജി, അതായത് ശുക്രൻ്റെ ഒരു എനർജി എന്ന് തന്നെ പറയാം. ആഘോഷങ്ങൾ, സന്തോഷങ്ങൾ, സൗഹൃദങ്ങൾ ഒക്കെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു സമയമാണ്. അതേപോലെ പ്രണയവിവാഹം കാര്യങ്ങളൊക്കെ സംഭവ്യമാകുന്നുണ്ട്. പ്രത്യേകിച്ച് അതായത് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ നിന്നും സാഹചര്യത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾ, ചിലപ്പോൾ മറ്റ് മതം അല്ലെങ്കിൽ മറ്റ് രാജ്യത്തു നിന്നുള്ളവരായിരിക്കും. അപ്പോൾ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾ തമ്മിലുള്ള ഒരു വിവാഹം, രണ്ട് കൾച്ചർ, രണ്ട് റിലീജിയൻ, രണ്ട് തലത്തിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു കൂടിച്ചേരൽ, അങ്ങനെ ഒരു വിവാഹം എന്നുള്ള രീതിയിലാവാം ഇത്. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. അതേപോലെ സോഷ്യൽ ലൈഫ് നിങ്ങളുടെ വളരെയധികം നല്ലതായിരിക്കും. എല്ലാ ചുറ്റുപാടുമുള്ള ആളുകളോടും ഒക്കെ നല്ല രീതിയിൽ സംസാരിക്കുകയും നല്ല കണക്ഷൻസ് ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല നല്ല സൗഹൃദങ്ങൾ ഭാവിയിൽ മുന്നോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള സൗഹൃദങ്ങൾ കാണിക്കുന്നുണ്ട്. അതേപോലെ ബന്ധങ്ങളിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകണോ എങ്ങനെയാണ്, അതായത് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാവില്ല ആ ബന്ധത്തിൽ മുന്നോട്ടേക്ക് പോകണോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉറപ്പിലേക്ക് വരികയാണ്. അതായത് ഈ ഒരു ബന്ധം ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന വ്യക്തി, അല്ലെങ്കിൽ ഞാൻ പ്രണയിക്കുന്ന വ്യക്തി എന്നുള്ളൊരു ആ ഒരു ചിന്തയിലേക്ക്, ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. കുടുംബജീവിതം വളരെ സന്തുഷ്ടമായിരിക്കും. വിവാഹ ജീവിതത്തിൽ ഒത്തിരി പൊട്ടലും ചീറ്റലും ഒക്കെ അടുത്തിടെയായിട്ടുള്ളവരെ സംബന്ധിച്ച് ഈ ഒരു മാസം വളരെ സന്തോഷം തരുന്ന ഒരു മാസമായിരിക്കും. വലിയ പൊട്ടലും ചീറ്റലും ഒന്നും ഇല്ലാതെ ഒത്തിരി സന്തോഷമുള്ളൊരു സമയമാണ് ഈ ഒരു മാസത്തിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ പേജ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി ഓഫ് പേജ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ പ്രണയം തീർച്ചയായിട്ടും ജീവിതത്തിലുടനീളം നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. അത് പ്രത്യേകിച്ച് ചില ആളുകൾ വിവാഹം നടക്കുന്ന സമയമാണ്, ഹണിമൂൺ കാര്യങ്ങൾ. ഇനിയിപ്പോൾ വിവാഹം അടുത്തിടെ നടന്നിട്ടില്ലാത്തവരാണെങ്കിലും നിങ്ങൾ യാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിലും ഒക്കെ നിങ്ങൾ ഒരുമിച്ച് വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഒരു സെക്കൻഡ് ഹണിമൂൺ എന്നുള്ള രീതിയിൽ, അതായത് നിങ്ങൾ ഒരുമിച്ചൊരു യാത്ര, നിങ്ങളോടൊപ്പം നിങ്ങൾ സമയം ചെലവഴിക്കാൻ ഒത്തിരി നാളുകൾക്ക് ശേഷം അവസരം കിട്ടുന്നതായിരിക്കും. ഒത്തിരി ജീവിതത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, സില്ലിയാണെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളിലൊക്കെ അതൊക്കെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയം. അപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയും മൊത്ത് നല്ല രീതിയിൽ സമയം ചെലവഴിക്കാൻ അതായത് മറ്റുള്ളവരെന്ന് പറയുമ്പോൾ അച്ഛനോ അമ്മയോ മക്കളോ അല്ലെങ്കിൽ ലോകത്തിൽ മറ്റാരും ഇല്ലാതെ നിങ്ങൾ മാത്രമായിട്ടുള്ള ഒരു സമയം എന്നുള്ള രീതിയിൽ, അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതി നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ജീവിത പ്രാരബ്ധങ്ങളിൽ നിന്ന് ഒരു മാറ്റം. സൺ കാർഡ് ഫുൾ എനർജിയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി. പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്ര ബ്ലോക്കായിട്ടുള്ളവർ ബാലൻസ് ആവുമായിരിക്കും. അതേപോലെ തന്നെ എടുത്ത് പറയാനുള്ള സോളാർ പ്ലക്സസ് ചക്ര അഥവാ മണിപ്പൂര ചക്ര എന്ന് പറയുന്നത് സൂര്യൻ അല്ലെങ്കിൽ കോൺഫിഡൻസ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സോളാർ പ്ലക്സസ് ചക്ര അല്ലെങ്കിൽ മണിപ്പൂര ചക്ര ബാലൻസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. അത് സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എങ്ങനെയാണത് ബാലൻസ് ചെയ്യുക എന്നുള്ളത്, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും. അപ്പോൾ നിങ്ങളുടെ ജോലിയിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയാം. നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ എല്ലാ പേഴ്സ്പെക്റ്റീവ് എല്ലാം നിങ്ങൾ തുറന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജോലിയിൽ മേലധികാരികൾക്ക് നിങ്ങളോട് വളരെയധികം കഴിവിൽ വളരെയധികം റെസ്പെക്റ്റ് തോന്നുന്ന ഒരു സാഹചര്യമായിരിക്കാം. സർക്കാർ ജോലിയിലൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് മുകളിലേക്ക് ജോലി സ്ഥാനക്കയറ്റമൊക്കെ കിട്ടുന്നുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രൊജക്ട്സ്, ശമ്പള വർധനവ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പൊതുവെ അധികം സ്വയം വിശ്വസിക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾ പലരെ സംബന്ധിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. പുതിയ ബിസിനസ് വിപുലീകരിക്കുന്നുണ്ടാവാം, മറ്റൊരു തലത്തിലുള്ള ബിസിനസ്സിലേക്ക് കടക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ബിസിനസ് കൂടാതെ വേറൊരു ബിസിനസ്സിലേക്കോ മറ്റോ കടക്കുന്ന അതിനുള്ളൊരു ആത്മവിശ്വാസം കുറവായിരുന്നിരിക്കാം നേരത്തെ. ഇപ്പോൾ അതൊക്കെ മാറി നിങ്ങൾ സ്വയം വിശ്വസിച്ച് തുടങ്ങുകയാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുകയാണ് പലരും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിദ്യാഭ്യാസം ലോൺ എടുത്ത് വിദേശത്ത് പഠിക്കാൻ പോകുന്നതോ ഒക്കെ സ്വയം നിങ്ങൾ ലോൺ എടുത്ത് പഠിക്കാൻ പോകുന്ന ഒരു സാഹചര്യവും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.